അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ പറ്റേണ്ട ഏറ്റവും വലിയൊരു കാര്യം ദൈവത്തിൻ്റെ ഹിതം എന്താണ്. ഞാൻ സംസാരിക്കുമ്പോൾ അത് ദൈവഹിതമാണോ? എൻ്റെ യാത്ര ദൈവഹിതമാണോ? എൻ്റെ പ്രവൃത്തി ദൈവഹിതമാണോ? നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ കർത്താവ് അത് ചെയ്തോ അല്ലെങ്കിൽ ചെയ്യണ്ട. ചിലപ്പോൾ നമ്മളെ അനുവദിക്കാതെ വരും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യം നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ബൈബിള് നമ്മളോട് പറയുകയാണ്, ദൈവഹിതം എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയാൻ ഒറ്റ കാര്യമുള്ളൂ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നതാണ്. ദൈവഹിതത്തെ തിരിച്ചറിയണമെങ്കിൽ പുതിയ മനസ്സ് വേണം, പുതിയ ഹൃദയം വേണം. അതുകൊണ്ടല്ലേ ബൈബിൾ പറഞ്ഞത്, നിന്റെ പഴയ ഹൃദയം എടുത്തും, പഴയത് നമ്മുടെ അകത്തുണ്ട്, അതിന് ദോഷം, പാപം നിറഞ്ഞതാണ്, ഇരുട്ട് നിറഞ്ഞതാണ്. കാരണം അത് അന്ധകാരം നിറഞ്ഞിരിക്കുന്നതാണ്. പുതിയതിൻ്റെ പ്രത്യേകത, അത് പ്രകാശം നിറഞ്ഞതാണ്, അതിന് തേജസ്സുണ്ട്, അതിന് ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതാണ്. അന്നേരം ദൈവഹിതം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയാലോ ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരിക്കൽ മോശ ഹെറോബിന്റെ നടുവിൽ ഇതാ വലിയൊരു ശബ്ദം കേട്ട മോശ അങ്ങ് കടന്നു ചെല്ലുന്നത്. മോശയോട് പറഞ്ഞു, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു വയ്ക്കാൻ. കാരണം കത്തുന്ന തീയുടെ നടുവിൽ അതെങ്ങനെ തീ എങ്ങനെ കത്തുന്നു എന്നല്ല, കാരണം മുൾപ്പടർപ്പ് തീ കത്തുന്നതായിട്ടാണ് കണ്ടത്. ആ തീയുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം, മോശേ മോശേ എന്ന്. മോശയ്ക്ക് ദൈവഹിതത്തെ തിരിച്ചറിയാൻ വേണ്ടിയാ മോശ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. മോശയോട് പറയുന്ന കാര്യം മോശ വീണ്ടും കേൾക്കുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അന്നേരം എന്ത് ചെയ്യണം? കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റണം. കണ്ടോ, ദൈവഹിതം എന്താണെന്നോ അത് ജീവിതത്തിൽ അത് അഴിച്ചു മാറ്റാൻ ഇടവരുന്നു. ദൈവസ്വരം കേൾക്കുന്നു, ദൈവത്തിൻ്റെ ശബ്ദത്തെ അവൻ തിരിച്ചറിയുന്നു, ദൈവം പറയുന്ന വഴിയിലേക്ക് അവൻ പോകാൻ ഇടവരുന്നു. ഇതാ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞാൽ ശബ്ദത്തിന്റെ പിന്നാലെ പോകും. ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ 3 യുവാക്കന്മാർ ശബ്ദം തിരിച്ചറിഞ്ഞു. ദൈവശബ്ദം തിരിച്ചറിഞ്ഞ പ്രത്യേകത എന്താ? ഈ ശബ്ദം എവിടെ നിന്ന് വന്നോ, ആ ശബ്ദം ആരുടെയാണോ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. രാജാവ് ഉണ്ടാക്കാൻ പറഞ്ഞ വിഗ്രഹത്തെ ആരാധിക്കുകയല്ല, രാജാവ് പറഞ്ഞ ഒരു ബിംബത്തിന്റെ മുമ്പിൽ തല വണങ്ങിയല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ മാത്രം. അവരെ പിടിച്ച് തീകുണ്ടത്തിലേക്ക് എറിയാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ ഒറ്റ വാക്കുള്ളൂ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഈ തീകുണ്ടത്തിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ പോലും അങ്ങേ ആ ജീവിക്കുന്ന ദൈവത്തെ അല്ലാതെ ഞങ്ങൾ മറ്റാരെ ആരാധിക്കുകയില്ല എന്ന് തീകുണ്ടത്തിലേക്ക് എറിഞ്ഞു. അവിടെ ദൈവം അവരെ രക്ഷിച്ചു. ഞാൻ പറയാം, ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഏത് വലിയ പ്രതികൂലങ്ങളുടെ നടുവിലേക്ക് നമ്മളെ വലിച്ചെറിഞ്ഞാലും ദൈവം നമ്മളെ കാക്കും, ദൈവം നമ്മളെ പരിപാലിക്കും, ദൈവം നമ്മളെ നിർത്തും. ദാനിയേലിനെ ശുങ്കക്കുഴിയിലേക്ക് എറിഞ്ഞപ്പോൾ ദാനിയേല് ശുങ്കം പിടിച്ചു തിന്നും എന്ന് വിചാരിച്ച് ഭയപ്പെട്ടോ? ഇല്ല. കാരണം ദാനിയേലിനറിയാം, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എന്നെ ശുങ്കത്തിൻ്റെ ആ കുഴിയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ്. ഞാൻ പറയാം, പത്രോസ് യേശുവിൻ്റെ കൂടെ നടന്നു. പത്രോസ് ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞാണ് നടന്നത്. തടവറയിൽ പിടിച്ചിട്ടു. കാരണം യാക്കോബിനെ ശിരച്ഛേദനം ചെയ്ത ശേഷമാണ് തടവറയിലിട്ടത്. പത്രോസ് ഭയന്നില്ല. ദൈവഹിതം പത്രോസിനെ തിരിച്ചറിയാൻ തക്കവണ്ണം ആ കർത്താവിൻ്റെ ആ ഹിതത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് തടവറയിൽ കിടന്നത്. ഇതാ ദൂതൻ രാത്രി വന്നു, തട്ടി ഉണർത്തി. കാവൽക്കാരുണ്ടായിരുന്നു, ചങ്ങലകളുണ്ടായിരുന്നു, കൈയും കാലും ബന്ധിക്കപ്പെട്ടിരുന്നു. 1, 2, 3
വാതിലുകളെ തുറന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ദൈവഹിതത്തെ തിരിച്ചറിയണം. നിന്നെ ഏതൂരാക്കുടുക്കിലേക്ക് നിന്നെ തള്ളിവിട്ടാലും രക്ഷിക്കാൻ കഴിയുന്ന കർത്താവ്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിയിട്ടില്ല. കർത്താവിൻ്റെ കാതുകൾ കേൾക്കാൻ കഴിയാത്ത വിധം കാത് മാന്തിമം ഭവിച്ചിട്ടില്ല. ഈ കർത്താവിൻ്റെ ഹിതം അറിയണം. നമ്മൾ വേറെ എവിടെയും പോയി എന്തു കാണിച്ചാലും കാര്യമില്ല. ദൈവഹിതമല്ലാതെ നമ്മുടെ പ്രവൃത്തികളെല്ലാം പാഴായിപ്പോകും. എൻ്റെ പ്രാർത്ഥന ദൈവഹിതമായിരിക്കണം, ഇല്ലെങ്കിലും അത് പാഴാകും. എൻ്റെ ദൈവത്തോടുള്ള ബന്ധം ദൈവഹിതത്തോടുള്ള ബന്ധമായിരിക്കണം. ദൈവത്തോടുള്ള ബന്ധം, ദൈവം ആഗ്രഹിക്കുന്ന ബന്ധവും കൂട്ടായ്മയും എനിക്ക് വെളിപ്പെടാൻ കർത്താവെ ഇന്ന് ഈ പ്രഭാതം എനിക്ക് ഒരുക്കി തരണമേ. നിന്റെ കൂടെ ജീവിക്കാനുള്ള ശക്തി തരണമേ. എന്നെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.